The Real FM 103.6. ശ്രദ്ധ. സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിൽപ്പെടുന്നവരുടെ വാർത്തകൾ ദിനംപ്രതി കൂടിക്കൂടി വരികയാണ്. ഉദ്യോഗസ്ഥർക്കും വീട്ടമ്മമാർക്കും മാത്രമല്ല, ഇപ്പോൾ കുട്ടികൾക്കും രക്ഷയില്ല. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്ക് പണം കൈമാറാൻ ബാങ്ക് അക്കൗണ്ടുകൾ ആവശ്യമാണ്. ഇതിനായി കുട്ടികൾക്ക് 10,000 രൂപ മുതൽ വാഗ്ദാനം ചെയ്ത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള തുച്ഛമായ പണം നൽകി അവരെക്കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കുകയും അക്കൗണ്ട് വിവരങ്ങളും ATM കാർഡും ഇടനിലക്കാരൻ കൈക്കലാക്കുകയും ചെയ്യുന്നു. പണമെത്തിയ അക്കൗണ്ട് ഉടമയെ തേടി പോലീസ് എത്തുമ്പോഴാണ് തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത്. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ ഇന്നാദ്യം തട്ടിപ്പിനിരയായ വിദ്യാർത്ഥി പ്രതികരിക്കുന്നു. ഓണത്തിന്റെ സമയമാകുമ്പോ ഇങ്ങനെ ഒരാൾ വന്നിട്ട് സമീപിച്ചിട്ട് പറഞ്ഞു, ATM കാർഡ് ഇങ്ങനെ തന്നു കഴിഞ്ഞാല് 10,000 രൂപ തരാന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോ ATM കാർഡ് കൊടുക്കാനുണ്ടായത്. ഞങ്ങളിങ്ങനെ അവരെ പറഞ്ഞത് പ്രകാരം ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുകയും അതൊരു ഇന്റർനാഷണൽ കാർഡ്, ഡൊമസ്റ്റിക് അല്ലാണ്ട് ഇന്റർനാഷണൽ കാർഡ് എടുത്തിട്ട് അവർക്ക് കൈമാറുകയാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്താലാണ് 10,000 രൂപ തരാന്ന് പറഞ്ഞു. ഇപ്പൊ ചെയ്തതാണ്. കൊടുത്തു കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ, ഞാൻ മാത്രമല്ല എന്റെ ഒപ്പം എന്റെ കൂടെ പഠിച്ച കുറച്ചാളുണ്ടായിരുന്നു, അവരും കൊടുത്തിരുന്നു. കൊടുത്തതിൽ ഒരാളെ വീട്ടില് മധ്യപ്രദേശിൽ നിന്ന് പോലീസ് വരെ ഉണ്ടായി. അവനെ പിടിച്ചിട്ട് നേരെ അറസ്റ്റ് ചെയ്തിട്ട് പിറ്റേന്ന് തന്നെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകുണ്ടായി. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ചതിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. 10,000 രൂപ കിട്ടുന്നുള്ളൊരു നിലക്കാണ് അപ്പൊ നമ്മളത് നിന്ന് കഴിഞ്ഞത്. പിന്നെ ഞാൻ ഉൾപ്പെടെ ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒരു 10ഓളം വിദ്യാർത്ഥികൾ ഇനിയും കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് എന്റെ അറിവിൽ. ഒരു 10ഓളം വിദ്യാർത്ഥികളുണ്ട്. ഇതൊരു സ്കാം ആയിരുന്നു. അവസാന ഘട്ടമായപ്പോഴാണ് മനസ്സിലായത്. പൈസയൊന്നും ഇതുവരെ ആരും കിട്ടിയിട്ടില്ല. 10,000 രൂപ വാഗ്ദാനം ചെയ്തിട്ടാണ് എല്ലാവരും ഇതില് നിന്നത്. ഇതുവരെ ആർക്കും പൈസ എനിക്ക് കിട്ടിയില്ല, ആരും കിട്ടിയില്ല എന്നാണ് എന്റെ ഒരു ഇത്. പിന്നെ ചിലരുടെ അക്കൗണ്ടിൽ 4 ലക്ഷം രൂപ വന്നിട്ടുണ്ട്, ചില ആളുകളിൽ 7 ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത്. ഓരോ ദിവസവും 1 ലക്ഷം വെച്ച് 7 ദിവസം കൊണ്ട് 7 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ് സംഭവം. അക്കൗണ്ടിലേക്ക് പൈസ വന്ന് ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പൈസ വിഡ്രോ ആവുന്ന ഒരു സംഭവമാണ്. പൈസ വിഡ്രോ ആവുന്നത് ഗൾഫ് കൺട്രീസ് നിന്നാണ്, പുറത്തുനിന്നാണ്, ഇന്ത്യ എന്നല്ല. അതുകൊണ്ട് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടുത്തെ പോലീസിനെ അറിയിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെയുള്ള 10ഓളം വിദ്യാർത്ഥികൾ നടന്നത് എല്ലാവരും സാധാരണ കുടുംബത്തിൽപ്പെട്ടവരാണ്, ആരും പൈസക്കാരൊന്നല്ല. ആ സമയത്ത് പൈസക്ക് അത്യാവശ്യം വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്നത്. നമുക്ക് അവസാനമാണ് ഇങ്ങനെ മനസ്സിലാവുന്നത് ഇത് എന്താണെന്നുള്ള കാര്യം. അല്ലാണ്ട് ആരും ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് സ്കാം ഫണ്ടാന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഇതിലേക്ക് ഇറങ്ങിയത്, പറ്റിപ്പോയാണ്. വടകര, തീക്കുനി, വേളം, ആയഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ 4 വിദ്യാർത്ഥികളെയാണ് മധ്യപ്രദേശ് പോലീസ് ഇക്കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇതേക്കുറിച്ച് അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീജിലാലിന്റെ വാക്കുകളിലേക്ക്. കഴിഞ്ഞ ദിവസം 4ഓളം വിദ്യാർത്ഥികളെ ഈ തിരുവോണ നാളില് അറസ്റ്റ് ചെയ്യണ്ടായി. നമുക്കറിയാം, ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരെ സമൂഹം കുറ്റക്കാരായി കാണുന്ന സമയത്ത് ഇത് കേന്ദ്രീകരണം നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരുപാട് ക്യാമ്പസുകളിൽ, കോളേജുകളിൽ ചില സംഘങ്ങൾ ഇതിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് വലിയ രീതിയിലേക്ക് പോക്കറ്റ് മണി പറഞ്ഞുകൊണ്ട് ചെറിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അക്കൗണ്ട് എടുക്കുകയും അതിന്റെ ഭാഗമായി ATM ഉൾപ്പെടെ സിം കാർഡ് ഉൾപ്പെടെ ഈ കുട്ടികളിൽ നിന്ന് കൈപ്പറ്റുകയും അതിന്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള ഇടപാട് ബാങ്ക് ഇത് മുഖാന്തരം നടത്തുകയും അതിനകത്ത് വലിയ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിലവില് നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥ വെച്ചിട്ട് ഇതിനിടനിലക്കാര ആളുകളെ പിടിക്കപ്പെടാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. രക്ഷിതാക്കളൊന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇത് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കിയ സമയത്ത് ഒരു കോളേജിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാവുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഔദ്യോഗികമായിട്ട് ഇവരെ മനസ്സിലാക്കിയ സമയത്ത്, അതായത് ഇവരങ്ങോട്ട് ഈ പറയുന്ന സംഘത്തോട് പറയുന്ന സമയത്ത് ഇതിൽ എനക്കെന്തെങ്കിലും പ്രയാസം വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 3-4 മാസങ്ങളായി ഈ സംഘം ഇങ്ങനെയുള്ള കേരളത്തിലെ വലിയ ക്യാമ്പസുകളിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികളെ ആണ് ഈ ചതിയിൽ പെട്ടുപോകുന്നത്. ഏകദേശം 3000ഓളം ആളുകൾ കേരളത്തിൽ തന്നെ, ഇത് കേവലം ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പം ഈ പരാതിക്കാരനായ ആള് കൃത്യമായി ഇതിനകത്ത് നിന്നതുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും മധ്യപ്രദേശ് പോലീസ് ഇവർ അറസ്റ്റ് ചെയ്ത് ഭോപ്പാലിലേക്ക് കൊണ്ടുപോയി ഇവർ റിമാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് രക്ഷിതാക്കളിൽ ഇടയിലേക്ക് ഈ വിഷയം ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള പ്രത്യാഘാതം നമ്മുടെ നാടും അതേപോലെ തന്നെ വരുന്ന തലമുറ എന്ന നിലയിലേക്ക് കുട്ടികളും ഏറ്റവും പ്രയാസകരമാകും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ നാടൊന്നാകെ ഈ വിഷയത്തിനകത്ത് വലിയ പരിശോധന, പ്രത്യേകിച്ച് സർക്കാരും അതേപോലെ തന്നെ ഔദ്യോഗികമായ എല്ലാ സംവിധാനങ്ങളും
വളരെ ജാഗ്രതയോടെ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള കുട്ടികൾ അവരെ ബോധവൽക്കരിക്കുകയും അതേപോലെ തന്നെ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ ഇവര് വിദേശത്തുൾപ്പെടെ പോയി അവിടുന്ന് പൈസ ഉൾപ്പെടെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അതുകൊണ്ട് ഏറ്റവും അപകടകരമായി ഈ സ്വർണ്ണ തട്ടിപ്പ് പോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു തട്ടിപ്പാണ്. പക്ഷെ ഇത് കുറെ കാലമായി തുടരുന്നുണ്ട്. പക്ഷെ ഇത് പല ഘട്ടത്തിൽ ഇതെന്താണ് ഒത്തുതീർപ്പ് ഉൾപ്പെടെ ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല രക്ഷിതാക്കളും ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്ന സമയത്ത് അത് സമൂഹത്തിനകത്ത് ഉൾപ്പെടെ അവര് ആകെ മോശക്കാരനാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഇന്നും വാർത്ത പുറത്തു വരാത്തത്. നമ്മൾ ഈ ഒരു വിഷയത്തിനകത്ത് കൃത്യമായി പത്രക്കാരോട് ഉൾപ്പെടെ ഈ വിഷയം തുറന്നു പറഞ്ഞത് തന്നെ ഈ ഒരു ജാഗ്രത നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും അതേപോലെ തന്നെ അധ്യാപകരും ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഗൗരവത്തിൽ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്നാണ് ഈ വിഷയത്തിൽ ഇടപെട്ട ഒരാൾ എന്നുള്ള നിലക്ക് പറയാനുള്ളത്. യൗവന കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെ, അവരുടെ നിസ്സഹായാവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന ഇടനിലക്കാരന്റെ ഉറപ്പും കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെയും ഇതിന്റെ കണ്ണിയാണെന്ന ആശ്വാസവുമാണ് പല കുട്ടികളെയും ഈ ചതിക്കുഴിയിലേക്ക് എത്തിക്കുന്നത്. സ്ഥലം MLA KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ. നമ്മുടെ വിദ്യാലയങ്ങൾക്ക് ചുറ്റും ഓൺലൈൻ തട്ടിപ്പുകാർ വട്ടമിട്ട് പറക്കുകയാണ്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും പാർട്ട് ടൈം ജോബ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ പ്രലോഭിപ്പിക്കുന്നത്. ഈ വട്ടമിട്ട് പറക്കൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുകയാണ്. ഇവിടെ തന്നെ കുറ്റ്യാടി മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളിൽ 4 വിദ്യാർത്ഥികൾ ഇപ്പോൾ ഭോപ്പാലിൽ തടവിൽ കിടക്കുകയാണ്. വടകര പോലീസ് 4 വിദ്യാർത്ഥികളോടും സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി ഭോപ്പാൽ പോലീസ് വന്നിട്ടുണ്ട് എന്നറിയുന്നത്. അറസ്റ്റ് ചെയ്ത ചെറുപ്പക്കാരെ മുഴുവനും കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിൽ 3 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ രേഖാമൂലം MLAക്ക് പരാതികൾ മുഖ്യമന്ത്രിക്ക് നൽകാൻ വേണ്ടി നൽകിയിരുന്നു. അത് കവറിംഗ് ലെറ്ററിലൂടെ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരകളായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി ഭോപ്പാൽ സർക്കാരുമായി ബന്ധപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ വളരെ ഗൗരവതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഒരുപാട് പേർ ഇതുപോലെ ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിൽ പെട്ടിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരുമെല്ലാം ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമ്മുടെ നിരപരാധികളായ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഇതുപോലുള്ള തട്ടിപ്പിന് വിധേയമാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അധികൃതരും നാട്ടുകാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണമെന്നും തടവിൽ കിടക്കുന്ന നിരപരാധികളായ വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ കാര്യം കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങൾ നല്ല ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. സൈബർ തട്ടിപ്പ് കേസുകൾ ദിനംപ്രതി കൂടി വരുന്നു. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഉൾപ്പെടെ നമ്മുടെ ഒരു ക്ലിക്കിനപ്പുറത്തേക്ക് നമ്മുടെ മുഴുവൻ വിവരങ്ങളും ചോർത്തിയെടുക്കുന്ന സംഘങ്ങൾ വ്യാപകമാണ്. തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രയാസങ്ങളും എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹങ്ങളുമൊക്കെയാണ് ഇത്തരം സംഘങ്ങൾ മുതലെടുക്കുന്നത്. കാലിക്കറ്റ് റൂറൽ SP നിതിൻ രാജ് P. വളരെ വ്യത്യസ്ത തരത്തിലേക്കുള്ള സൈബർ ഫ്രോഡ് ഇൻസിഡൻസ് നമുക്ക് ദിനംപ്രതിയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതിൽ ഇന്നത്തെ കാലത്ത് കാണുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സൈബർ ഫ്രോഡ് മെക്കാനിസമാണ്, അല്ലെങ്കിൽ സൈബർ ഫ്രോഡിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡസ് ആണ്. ആൾക്കാരുടെ അക്കൗണ്ട്, ബാങ്കിങ് ക്രെഡൻഷ്യൽസ് ഒക്കെ കൈക്കലാക്കിക്കൊണ്ട് പല വിധേനയും അതിനു വേണ്ടിയിട്ട് ഓഫറുകൾ കൊടുത്തുകൊണ്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ബാങ്ക് അക്കൗണ്ട്സ്, അതിന്റെ നമ്പർ, ATM കാർഡ്സ്, അതിന്റെ പിൻ തുടങ്ങിയ ക്രെഡൻഷ്യൽസ് കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡസ് ഓപ്പറാൻഡിയിലുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അതിൽ ഒരു കാര്യം, ഏതെങ്കിലും രീതിയിലേക്ക് ഇന്ന് ഓൺലൈനായിട്ട് പാർട്ട് ടൈം ജോബ് ഓഫർ ചെയ്തുകൊണ്ട് അതിന്റെ ലേറ്റർ ഓൺ നമ്മുടെ ക്രെഡൻഷ്യൽസ് നമ്മൾക്ക് കൊടുക്കേണ്ടി വരികയാണ്. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ക്രെഡൻഷ്യൽസ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട്, അതിന്റെ യൂസർ നെയിം, അതിന്റെ പാസ്വേഡ് തുടങ്ങിയ ക്രെഡൻഷ്യൽസ് എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന കാര്യമാണ്. അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. മറ്റൊരാൾക്ക് അത് കൈമാറുന്നത് വഴി അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത, അത് ഒരുപക്ഷെ 10,000 5,000 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് അത്തരത്തിൽ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മറ്റേതെങ്കിലും ഒരു കേസിലേക്ക് നിങ്ങളും പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പോലും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്തുള്ള വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള സൈബർ ഫ്രോഡുകളെ പറ്റിയിട്ടൊക്കെ വളരെ കൃത്യമായ രീതിയിലേക്കുള്ള ഒരു അവയർനെസ് നമുക്ക് ആവശ്യമാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലേക്കുള്ള കോളുകൾ, ജോബ് ഓഫറുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെയോ വാട്സാപ്പിലൂടെയോ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് അതൊക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യുന്നതിന് മുൻപേ ഇത് സത്യസന്ധമായിരിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്, ഇത് ഫ്രോഡ് ആയിരിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പരിശോധന സ്വയം നടത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ചില കേസുകളിലൊക്കെ ഇനീഷ്യലി നമ്മൾക്ക് കുറച്ച് രൂപ തന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് പിന്നീട് നമ്മൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന പലതരത്തിലേക്കുള്ള ഫ്രോഡുകൾ
ഫ്രോഡുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള സൈബർ ഫ്രോഡുകൾ ഏത് രീതിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും 1930 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ ഉള്ളിൽ പതിയേണ്ടതാണ്. ഏത് തരത്തിലേക്കുള്ള സൈബർ ഫ്രോഡ് ഇൻസിഡൻസ് ഉണ്ടെങ്കിലും നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലോ അല്ലെങ്കിൽ 1930 എന്ന് പറയുന്ന നമ്പറിലോ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജില്ലയിലുള്ള ജില്ലാ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലോ ഉടനെ ഗോൾഡൻ ഹവറിൽ തന്നെ അത്തരത്തിലുള്ള കേസ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തട്ടിപ്പുകൾ ഇന്നൊരു വാർത്തയല്ലാതായിരിക്കുന്നു. തട്ടിപ്പു നടത്താൻ വിദ്യാർത്ഥികളെ വരെ കരുവാക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിക്കേണ്ടതാണ്. സ്വന്തം മക്കൾ ബൈക്കിൽ വരുമ്പോഴും പുതിയ ഡ്രസ്സും ഷൂസുമൊക്കെ ധരിച്ച് വീട്ടിലെത്തുമ്പോഴും അതെവിടെ നിന്ന് കിട്ടിയതാണെന്ന് മാതാപിതാക്കൾ നിർബന്ധമായും അന്വേഷിച്ചറിയണം എന്നാണ് വടകര സംഭവം നമുക്ക് നൽകുന്ന പാഠം. ഒപ്പം ജീവനു തന്നെ ഭീഷണിയാവുന്ന തട്ടിപ്പുകളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയും വേണം. നാളത്തെ ഭാഗധേയം നിർണയിക്കേണ്ടത് വിദ്യാർത്ഥികളാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.